ഫ്രൂട്ട്സിന് പട്ടണ കുറച്ചേ ഉള്ളൂ. കൊറേ പൈസ കണ്ടല്ലോ. ഞാൻ പിടിക്കണോ? ബുദ്ധിമുട്ടാവും. അമ്പ മോനെ, ഈ ആള് കൊള്ളാലോ. നിങ്ങൾ സുന്ദരിയല്ലേ? അഭിനയിക്കാൻ അറിയാം. ചെറിയൊരു ഷോപ്പ് പോയതാ. ഷോപ്പിങ്ങിന് പോയതാ? അമ്പടാ. ഇപ്പൊ ബീച്ചിലൊക്കെ പോയി കറങ്ങാൻ പോയാലോ? പോവാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ നേരെ വന്നിരിക്കുന്നത് ബയങ്കാവിലേക്കാണ്. ബയങ്കാവിൽ മാമനും എല്ലാവരും മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഞാനിപ്പം ബയങ്കാവിലാണുള്ളത്. ഇവിടെ ബയങ്കാവ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ വരുന്നത്. ഇനി നേരെ പോകാൻ പോണ്. അവർ കെട്ട് നിറയ്ക്കുന്നുണ്ട്, മലയ്ക്ക് പോകാനുള്ള നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കുന്നുണ്ട്. അപ്പം നേരെ അങ്ങോട്ടേ പോകാൻ പോവാം. ഭഗവാൻ ശരണം, ഭഗവതി ശരണം, ഗണപതി ശരണം, ഗണപതി ശരണം. പള്ളിക്കെട്ട് കാണിപ്പണവും 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 കർപ്പൂരദീപം 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 കർപ്പൂരദീപം. അയ്യപ്പോ സ്വാമിമാരെ, അയ്യപ്പോ ഭഗവാനെ, സ്വാമിയേ 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 സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം. അയ്യപ്പോ ഭഗവാനെ, സ്വാമിയേ ഭയങ്കര ഫോട്ടോഗ്രാഫർ കേട്ടോ. ഞാൻ വരുമ്പോ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഈ അയാളുടെ ഫോട്ടോ എടുക്കുന്ന കണ്ടല്ലേ. ചേച്ചി വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ എടുത്താ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അത് യൂട്യൂബ് ചാനലുണ്ടോ? യൂട്യൂബ് ചാനലൊന്നുമില്ല, തുടങ്ങണ്ടേ? അപ്പം ഇനി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. ഇനി എന്താ അടുത്ത പരിപാടി? എന്താ അവിടേക്ക് എന്തിനാ പോണേ? അങ്ങോട്ട്. പക്ഷെ അടിപൊളി സ്ഥലല്ലേ അത്, നല്ലൊരു ഏരിയ അല്ലത്. ഫോട്ടോ നല്ല രസമുണ്ടാവും. അത് കണ്ടോ? ഫോട്ടോ എടുക്കണ്ടേ? വേണ്ട, ഫോട്ടോ എടുക്കണ്ട. ഞാൻ എടുത്തരാം. ഏതായാലും എഡിറ്റ് ചെയ്ത് ഏലൊക്കെ ഡ്രസ്സ് മാറ്റാൻ പോകും. വേണ്ട, പിന്നെ ഒരു ദിവസോ? പിന്നെ ഇപ്പോ എന്നാ ഞാൻ അങ്ങോട്ട് നിന്റെ വീട്ടിലേക്ക് വരട്ടെ? ഓ സെറ്റ്. നമ്പർ എടുക്കട്ടോ. ഓക്കെ. അങ്ങനെ ഇവിടെ കെട്ടുകാരൊക്കെ കഴിഞ്ഞ് നേരെ ഇനി നേരെ വണ്ടി എടുത്തിട്ട് യാത്ര തുടങ്ങാൻ പോവാണ്. വേണ്ട, ഓക്കെ ബൈ. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കാണ്. ഇതാണ് ഇവർ പോകുന്ന വണ്ടി. വണ്ടിക്ക് എന്താ മാലയും ഒക്കെ വെക്കാണ്. ദേവൂട്ടിനാട്ടിലും കൂടെ ഈ ദേവൂട്ട് എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോകുന്നത്? ഈ വീട്ടുകാരൊക്കെ കണ്ടോ? മിണ്ടുന്നില്ല. ഈ ക്യാമറ എടുത്താൽ അവൻ മിണ്ടൂല. നേരത്തെ കയ്യിൽ എന്തോ കൊണ്ടുവരുന്നുണ്ട്. എന്താ കിട്ടിയത് നോക്കട്ടെ. പായസൊക്കെ ഉണ്ടല്ലോ. എനിക്കാണ് പാപ്പന് തരുന്നില്ല. എന്റെ മോന് കൊടുക്കി. അങ്ങനെ ദൈവത്തിനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിലാണ്. നിന്റെ മുതലാളി കിട്ടും അവിടെ. ആ ചെറിയ കാറിന്റെ മുതലാളിയാണിത്. അതാ മുതലാളി കണ്ട് കാറ് പിടിക്കാൻ. ഒന്ന് എനിക്ക് തരുമോ? തരില്ല. ഒരാളിവിടെ കാറിന് കുറിയൊക്കെ തുടങ്ങുന്നുണ്ട്. എന്താ ഓന്ന് ചെയ്താ? ബാക്കിലുണ്ടോ? ബാക്കിൽ എഴുതി കഴിഞ്ഞോ? ആഹാ, കൊള്ളാലോ. കളർ കുറവാണോ ഇതിന്റെ?
ആ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിട്ട് പറഞ്ഞു എന്താ ഡിസൈൻ ഒക്കെ നേരത്തെ കുറെ പൈസ കണ്ടല്ലോ. പൈസ ഇല്ല, ഞാൻ പിടിക്കണോ? ബുദ്ധിമുട്ടാവും. അനീഷേട്ട ഇവിടെ കുറിവ് തുറന്നുണ്ട്. അല്ല എടുത്തമ്മ നമുക്ക് ഇനി ഉത്സവത്തിനൊക്കെ പോണ്ടേ? ഇവിടെ ടൈമായി. അതെ അതെ. ഇവിടെ ഇരുമുടിക്കെട്ടൊക്കെ നിറച്ച് ഇവര് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കെട്ടും രണ്ടുപേരും പിടിക്കണേ. സ്വാമി പള്ളിക്കെട്ട് ഇറങ്ങി. സ്വാമി അങ്ങോട്ട് ഇറങ്ങിന്നോട്ടോ. സ്വാമി അയ്യപ്പോ 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 സ്വാമി അയ്യപ്പോ ദേവന് ദേവൻ സ്വാമി സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി. എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ കെട്ടുന്നറൊക്കെ കഴിഞ്ഞ് അവർ പോയി. ഇനി നേരെ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. മാമൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ബംഗാളിൻ്റെ വീട് അടുത്ത് തന്നെയാണ് എൻ്റെ മാമൻ്റെ വീട് വരുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ പോയി. ഞാൻ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നേരെ പോയി. എന്താ അവിടെ കുറച്ച് ആൾക്കാർ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ടില്ലേനോ? നിങ്ങൾ പോയിക്കാഞ്ഞേ? ഇവിടെ നിർത്താലോ? എടുക്കാം. എന്നാലും ഇത്ര ഗ്ലാമറുള്ള ഒരാള് ഒരു വൈറ്റ് ഡ്രസ് എന്ത് രസാ കാണാൻ. വരും വരും. ഞങ്ങളെ മോഡലെ സെലക്ട് ചെയ്താണ് നോക്കുക. അതെ അതൊന്നുമില്ല. ഇവിടെ രണ്ടാള് ജാമ്പൊക്കെ ചോട്ടിലുണ്ട്. ജാമ്പൊക്കെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് ജാമ്പൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. വേണ്ട എങ്ങനെയുണ്ട് ജാമ്പൊക്കെ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നിലത്തുനിന്ന് പെറുക്കരുത്, മുകളിൽ പെറുക്കിയാ മതി. ഒന്നും പറക്കല്ലേ. ഏറ്റവും അവിടെ തിന്ന് ആസ്വദിക്കാണ്. പിടിക്കണ്ടോ? ഈ ഉപ്പും കൂട്ടി ഇങ്ങനെ ചാമ്പയ്ക്കും ഉപ്പും കൂട്ടി തിന്നാ അടിപൊളിയല്ലേ. അവിടെ ഒരാൾ ജാമ്പൊക്കെ പറക്കുന്ന. ജാമ്പൊക്കെ ഇഷ്ടായോ? എന്താ പാപ്പൻ നോക്കട്ടെ. പാപ്പന് തരുമോ? എനിക്ക് അത് മതി. അതാ ചെറുത്. ഇതാ ചെറുത്. ഇത് കൊണ്ടാ. ഇത് മതി. എനിക്കത് മതി. അത് തരോ? എന്റെ താറിന് കൊണ്ടുപോകുന്ന നോക്ക്. എനിക്കിത് മതി. എനിക്ക് തരുമോ? അതെന്താണ്? അമ്പ മോനെ, ഈ ആള് കൊള്ളാലോ. നോക്ക് ഞാൻ അയ്യോട്ടെ. എങ്ങനെയാ? എന്താ കറങ്ങാത്ത? ഇങ്ങനെ ബാക്കി എല്ലാരും ഇതാ അവിടെ ഉണ്ട്. ചാമ്പക്കരോ? അപ്പൊ ഫോട്ടോഗ്രാഫർ ഉണ്ട്. നിങ്ങൾ സുന്ദരിയല്ലേ? ഫോട്ടോ ഒന്നും ലോകം മൊത്തം കാണട്ടോ. എല്ലാരും കാണട്ടോ. ഫേമസ്. നിങ്ങൾ ഫേമസ് കഴിഞ്ഞേ. ഏറ്റവും കയ്യിൽ ഉപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. അതെന്താ പരിപാടിയാ? അല്ല അവിടെ കഷ്ടം കണ്ടപ്പോ ഞാൻ അടുത്താണ്. ഏറ്റവും ഒരു കഷ്ടത്തിന് അടി അത് സാരി. എങ്ങോട്ടാ പോവാ ഫോട്ടോ എടുക്കാൻ? ഏത്
എങ്ങനെ നിക്കണ്ടേ എന്നെ ഓടിക്കാൻ വരുവാണ്. വെരി ഫോട്ടോ എടുത്താൽ നല്ല ഗ്ലാമർ കേട്ടോ. പറയെന്തെങ്കിലും അഭിനയിക്കാൻ അറിയാം. പറയും എടുക്കുമ്പോ പറയണ്ടല്ലേ. അപ്പൊ ഞങ്ങള് ഫോട്ടോ എടുത്ത് തരാം. ബൈ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയാണ്. ആ അല്ല നിങ്ങളവിടെ പോലെ നിങ്ങളെവിടെ പോയിരാ? പച്ചക്കറി ഒക്കെ ഉണ്ടല്ലോ. ചെറിയൊരു ഷോപ്പ് പോയതാ, ഷോപ്പിങ്ങിന് പോയതാ. ഒമ്പളാ വീഡിയോ വരുമ്പോ കാണാൻ പോക്ക് എല്ലാരും കാണട്ടോ. ഓക്കെ. ആ ബാക്കിയുള്ളവർ ഇവിടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒരാള് പാട്ടിടാൻ പോവാണ്. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്? ചെമ്പരത്തി അമ്പ് കൊണ്ട് അമ്പ് തൊലയ്ക്കുന്നതാര്? അങ്ങ് തൊട്ട് ഇങ്ങ് തൊട്ട് കുത്തോളമാന തൂവിളിച്ചം ചരിവിട് മാമരം വാരിൽ കണ്ട് ചെന്നമ്മീനെ തെക്കുടന്ന് പൂന്തിലും മരുന്ന് കണ്ട് എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എന്തിക്കിനാവാണ് എന്തിലും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുച്ചവിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കച്ചേ പാടും പൊമ്പാറ്റേ കൊടുനാച്ചേ ചക്കരമാവിൽ ചാരു നിന്നാട്ടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അങ്ങനെ പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു പാട്ടും കൂടി പാടാന്നാണ് പറഞ്ഞത് അല്ലേ? ഒരു പാട്ടും കൂടെ പാടൂല്ലേ? ആ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ, പിറ്റേ നാൾ കുഞ്ഞിക്കിളിയെ തുറന്നു വിട്ടു. അത്ര വരെ അറിയുള്ളൂ. അടിപൊളി പാട്ടാണല്ലോ. ആര് പഠിപ്പിച്ചെന്നാ? വേത്താട്ടം പഠിപ്പിച്ചെന്നാ. ഒരു പാട്ട് പാടുവോ? എങ്ങനെ ഈ പാട്? ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ, പിറ്റേ നാൾ കുഞ്ഞിക്കിളിയെ പിടിക്കാനായി കാടൻ പൂച്ച മുളരുന്നു. നാലാം നാൾ ഉറക്കത്തിൽ കാടൻ പൂച്ചയെ കാണുന്നു. കുഞ്ഞിക്കാലുകൾ കുഞ്ഞിക്കൈകൾ പരവേശത്തിൽ വിറയ്ക്കുന്നു, കുഞ്ഞിക്കാലുകൾ കുഞ്ഞിക്കൈകൾ പരവേശത്താൽ വിറയ്ക്കുന്നു. അഞ്ചാം നാൾ അമ്മ വന്നു കഥയുടെ വാതിൽ തുറന്നിട്ടു, അഞ്ചാം നാൾ അമ്മ വന്ന് കഥയുടെ വാതിൽ തുറന്നിട്ടു. ഏഴാം കടലിനപ്പുറം ഒരു വർണ്ണ കല്ല് പതിച്ച കൊട്ടാരം, കൊട്ടാരത്തിൽ മട്ടോർപ്പാവിൽ രാജകുമാരത്തിൽ. അടിപൊളി സൂപ്പർ സൂപ്പർ. സ്പോട്ടിഫൈ കേട്ടാ? സ്പോട്ടിഫൈ ഇല്ല, നമുക്ക് പാടണം അഞ്ഞോ. അതേ വീട്ടിലും രണ്ടാളും കൂടെ ഒരു പാട്ട് പഠിക്കാം. എന്താ പാടാത്ത? ഇങ്ങോട്ട് പാടാം. നീ പാടോ? അത്തേ പാടോ? ആ പഠിക്കാം. ഫ്രൂട്ട്സോ? ഫ്രൂട്ട്സിന് പാട്ടൊക്കെ ഉണ്ടോ? എന്നാ ഒരു പാട്ട് പാടിയ ഫ്രൂട്ട്സിന്. വാട്ടർമെലൺ വാട്ടർമെലൺ പപ്പായ ഗോവ പപ്പായ ഗോവ ചിക്കു ഓറഞ്ച് ആപ്പിൾ ചിക്കു ഓറഞ്ച് ആപ്പിൾ ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട് സാലഡ്. അടിപൊളി സൂപ്പർ. ഇത് എവിടുന്ന് പഠിച്ചാ?
മിസ് പഠിപ്പിച്ചത്. മിസ് പഠിപ്പിച്ചെന്നാ? മിസ്സിന്റെ പേരെന്താ? ഷിജി മിസ്. സിജി മിസ്. ഷിജി മിസ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഷിജി മിസ്സിനോട് പറയണ്ട കേട്ടോ, ഞാൻ അങ്ങനെ പാട്ടൊക്കെ പാടിക്കുന്നു ഏട്ടൻ വീഡിയോ ഇട്ടെന്ന് പറയണേ. പറയോ? ഞാൻ അമ്മയ്ക്ക് ഈ യൂട്യൂബിന്റെ വീഡിയോസ് അയച്ചു കൊടുക്കാം. അപ്പൊ ഷിജി മിസ്സിന് അയച്ചു കൊടുത്തോട്ടെ അല്ലേ? ഷിജി മിസ്സിനെ ഇഷ്ടാണോ? നല്ല മിസ്സാ? എന്നാ പോട്ടെ, ചേട്ടാ. ഓക്കെ ബൈ. പിന്നെ ഇയും പോവാ? എങ്ങോട്ടാ പോണേ? വോട്ട് എപ്പോഴാ പോണേ? ആർക്കാ വോട്ട് ചെയ്യുന്നത്? പറയില്ല. ജയിക്കുന്ന പാർട്ടിക്കാ? ഓക്കെ ബൈ. നിങ്ങളെ കൊണ്ടുപോകും. ഇമ്പ പോയാലോ? ഇമ്പ ബീച്ചിലൊക്കെ പോയി കറങ്ങാൻ പോയാലോ? പോവാ. ഞാൻ വണ്ടി ഒന്ന് അങ്ങോട്ട് വെക്കട്ടെ. കോണി വെക്കണോ കയറേ? വേണോ? വെക്കേണ്ടി വരും. നോക്ക്. ബൈ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. എന്താ എഴുത്തിയമ്മനെ വണ്ടിയിൽ വീട്ടിലേക്ക് കൊടുത്ത് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കും പോകുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്നപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.